പൊന്നടാ അയ്യോ നല്ല അടിപൊളി ഒരു അടാർ ഐറ്റം ഉണ്ടാക്കാം. ഇത് വേറെ ലെവല്. തേങ്ങ അരച്ച് കൊഞ്ച് കറി. സാധാരണ വറുത്തരച്ചല്ലേ വെക്കുന്നത്, ഇന്ന് നമുക്ക് തേങ്ങ അരച്ച് വെക്കാം പോരെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു തേങ്ങ, 6 പച്ചമുളക്, ഒരു 2 കറിവേപ്പില, ഒരു ഇഞ്ചി കനത്തിൽ ഉരുട്ടി, ഒരു പിഴിപുളി, പിന്നെ ഒരു തക്കാളി, ഇതെല്ലാം കൂടെ ഒരു ഉരുളി വെച്ചിട്ട് അതിനകത്തോട്ട് നമുക്കൊരു 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ ഉലുവ പൊട്ടിച്ച് അതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു 10-12 കൊച്ചുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അത് പറഞ്ഞിട്ടില്ല, അതും കൂട്ട് നല്ലപോലെ ഇളക്കി അതിനെ മൂപ്പിച്ചെടുക്കാം. പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, നിങ്ങളിത് ലൈക്ക് അടിക്കുകയോ കമൻറ്റ് ചെയ്യുകയോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, കുറച്ച് പേരേ ഉള്ളൂ, പക്ഷേ നിങ്ങൾ പോലും ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ എല്ലാം ഷോക്കേസിലാവും. കുറച്ച് പേര് കാണട്ടെ, നിങ്ങളെങ്കിലും ചെയ്യും. അങ്ങനെ പിന്നെ അതിനകത്ത് ഉള്ളി നല്ലപോലെ വേണ്ടതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് അതും ഇളക്കി 2 വറ്റലോളം ഇട്ട് അതും ഒന്ന് മൂത്ത് വരുമ്പോഴത്തേന് നമ്മളൊരു 3/4 കിലോ കൊഞ്ച് അതിനകത്തോട്ട് ഇട്ട് കുറച്ച് ഉപ്പും ഇട്ട് ഇതിൻ്റെ വെള്ളം ഇറങ്ങാൻ വേണ്ടി നല്ലൊരു ഉരുളിയുടെ ചൂടിൽ തന്നെ ഇതിൻ്റെ വെള്ളം അങ്ങോട്ട് ഇറങ്ങും. അപ്പോൾ അത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. പുതുതായിട്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ പോയി നോക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, എന്നാലേ നമുക്ക് മുമ്പോട്ടൊരു ഉഷാർ വരത്തുള്ളൂ. നിങ്ങളൊക്കെ വന്ന് കാണുന്ന കുറേ പേര് എൻഗേജ് ആവുന്നുണ്ട്, പക്ഷേ ഒരാളും ഒരു ലൈക്കോ കമൻറ്റോ ഒന്നും അടിക്കുന്നില്ലടേ. അതൊക്കെ എന്താ ഇത്? ജസ്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, ഒരു സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് കാര്യത്തിലോട്ട് വരാം. ഇനി അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ട്, എരിയുള്ള മുളക് പൊടി ഒരു 1/4 ടേബിൾ സ്പൂൺ ഇട്ട്, ഒരു 1.5 ടേബിൾ സ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലി ഇട്ട് അതിനെ നല്ലപോലെ ഇളക്കി മൂപ്പിക്കാം. അപ്പോൾ പറഞ്ഞുകൊണ്ട് വന്നേ, അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് നിങ്ങളിത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ജസ്റ്റ് 10, 20, 50 പേര് കണ്ടിട്ട് അതങ്ങ് ഒതുങ്ങിപ്പോവും. നമുക്കൂടെ ഒരു എനർജി കിട്ടണമെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഇതൊക്കെ കാണണമെന്നേ. വായോ. ഇനി അതിനുശേഷം ഇത് നല്ലപോലെ മൂത്ത് കഴിയുമ്പോഴത്തേന് ഇത് ഏകദേശം പിന്നെ നമ്മുടെ കൊഞ്ചൊരു പരുവാകുമ്പോഴത്തേന് നമ്മൾ പിഴിഞ്ഞ് വെച്ചേക്കുന്ന പുളി അതിനകത്ത് ഒഴിച്ച് അതിനെ ഒന്ന് ഇളക്കിയതിന് ശേഷം ആ തേങ്ങ അരച്ചത് ഇതിനകത്ത് ചേർക്കുക. ഇനി ഇതിനെ അടച്ചു വെച്ച് നല്ലപോലെ തിളച്ച് വേവട്ടെ. കൊഞ്ച് പെട്ടെന്ന് വേവും, അതുകൊണ്ട് ഒരുപാട് സമയമൊന്നും വേണ്ട. ജസ്റ്റ് അടച്ചു വെച്ച് നല്ല തിളയാകുമ്പോഴത്തേന് നമുക്ക് നോക്കാം. അതാണ്ട് കൊഞ്ച് നല്ല സൂപ്പറായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി നമ്മുടെ പച്ചമുളകും തക്കാളിയൊക്കെ ഇടാൻ സമയമായി. നമ്മൾ ഈ സമയത്ത് പച്ചമുളകും തക്കാളിയൊക്കെ നല്ല തിളയാകുമ്പോഴേ ഇടത്തുള്ളൂ. ഇനി ആ 5 പച്ചമുളകും ഇട്ട് ആ ഒരു തക്കാളി, നല്ല പഴുത്ത ഒരു തക്കാളിയും കൂട്ടി ഇതിനെ ഒന്ന് വേവിക്കണം. ഈ തക്കാളി ഒന്ന് വേവണം. വേവുമ്പോഴത്തേന് അതിൻ്റെ പുളി ചെറുതായിട്ടൊന്ന് ഇറങ്ങി, അല്ലെങ്കിൽ ഓൾറെഡി പുളി നമ്മൾ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്, എന്നാലും തിളക്കട്ടെ. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഉള്ളി ഒന്ന് വഴറ്റിയിടാം. താളിപ്പ് സത്യം പറഞ്ഞാൽ ഓൾറെഡി ഇതെല്ലാം കൊച്ചുള്ളിയൊക്കെ ചേർത്തിട്ടുള്ളതാണ്, എന്നാലും ഒരു ജസ്റ്റ് ഒരു രുചി മണത്തിനൊക്കെ വേണ്ടിയിട്ട് നമുക്കൊരു 3 കൊച്ചുള്ളി കൊച്ചായിട്ട് കട്ടി അരിഞ്ഞിട്ട് അതിനെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഒരു 2 കറിവേപ്പിലയും കൂടിയിട്ട് അതിനെയും കൂടെ അതിനകത്തോട്ട് തട്ടാം. എന്നിട്ട് ഒരു 10, 12, 15 മിനിറ്റ് അടച്ചു വെച്ച് കഴിയുമ്പോഴത്തേന് ആ മണമൊക്കെ നല്ല സൂപ്പറാകും. സാധനം ഭയങ്കര ടേസ്റ്റാണ്. വറുത്തരച്ചാലും സൂപ്പറാണ് കൊഞ്ച്, എന്നാലും ഇതും അടിപൊളിയായിരുന്നു. ചോറിൻ്റെ കൂടെയൊക്കെ വാരി അടിക്കാൻ, ദോശ, അപ്പം അങ്ങനെയുള്ള സാധനങ്ങളോടെ എല്ലാം അടിപൊളിയാണ്. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ചങ്കുകൾ ഇതെല്ലാം കാണുമെന്ന് വിചാരിക്കുന്നത്. നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരണം. എനിക്കിത് ഫുള്ള് കുറേ വീഡിയോസ് ഇടാൻ ആഗ്രഹമുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുമ്പോട്ട് നടക്കത്തുള്ളൂ.